നമസ്കാരം. നടി അഹാന കൃഷ്ണ, അമ്മ സിന്ധു കൃഷ്ണ എന്നിവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി അഹാനയുടെ അമ്മൂമ്മ വസന്ത രംഗത്തെത്തിയ സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. തനിക്കെതിരെ ഉയർന്ന വിവാദങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് തൻവിയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് വസന്ത തന്റെ ഭാഗം വ്യക്തമാക്കി. സിന്ധു കൃഷ്ണയുടെ സഹോദരിയുടെ മകളാണ് തൻവി. കുടുംബത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളും മാനസിക വിഷമങ്ങളും നിലനിൽക്കുന്നുണ്ടെന്നാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പൂപ്പൻ മരിച്ചതിന്റെ 4ന്റെ അന്ന് എനിക്ക് തന്ന ചുരിദാർ സിന്ധു തിരിച്ചെടുത്തുകൊണ്ടുപോയി. സഞ്ചയനത്തിന് ഇടാൻ ഒരു ഡ്രസ്സ് നോക്കാൻ എന്റെ പെട്ടി തുറന്നപ്പോഴാണ് അവൾ അങ്ങനെ ചെയ്തത്. സിന്ധു തന്നെ വാങ്ങിത്തന്ന ഡ്രസ്സാണ് എനിക്കുള്ളത്. അവളാണ് എനിക്ക് വാങ്ങിത്തരാറുള്ളത്. എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ടും അവൾ കേട്ടില്ല. അവളുടെ ചുരിദാർ എൻ്റെ ഡ്രസ്സിൻ്റെ ഇടയിൽ പെട്ടെന്നും അവൾ ആ ചുരിദാർ എടുക്കാനാണ് എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. ഹോം നഴ്സിൻ്റെ കയ്യിൽ തേക്കാൻ കൊടുത്തയച്ച ഒരു തുണി പോലും എനിക്ക് തിരികെ എത്തിച്ചു തന്നില്ല. തുണി തേക്കുന്ന അണ്ണാച്ചി തേച്ചു കഴിഞ്ഞിട്ട് സിന്ധുവിൻ്റെ വീട്ടിലാണ് കൊടുക്കുക. അങ്ങനെ അതും പോയി. എൻ്റെ കൊച്ച് വന്നിട്ട് പറഞ്ഞു അമ്മൂമ്മയ്ക്ക് തുണിയില്ലെങ്കിൽ അവൾ വാങ്ങിത്തരാമെന്ന്. എന്നിട്ട് 5 ചുരിദാറിൻ്റെ തുണി വാങ്ങി തയ്ക്കാൻ കൊടുത്തു. എൻ്റെ ഭർത്താവിനോട് അവൾ പറയുമായിരുന്നു, ഡാഡി ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഡാഡിയെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താമായിരുന്നു എന്ന്. ആ സ്ത്രീ ചാവുന്നില്ലല്ലോ എന്ന് എപ്പോഴും പറയും. ഒരു മോള് പറയേണ്ട വാചകമാണോ എന്നും വസന്ത പറയുന്നുണ്ട്. തന്നെ നോക്കാൻ ആരുമില്ല, താൻ ഒറ്റയ്ക്കാണ് എന്ന് അമ്മൂമ്മ പറയുന്ന ഒരു വീഡിയോ തൻവി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. അതിനുശേഷം സിന്ധു കൃഷ്ണയ്ക്കെതിരെ വ്യാപകമായ വിമർശനങ്ങളാണ് ഉണ്ടായത്. സ്വന്തം അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്തമില്ലേ എന്നൊക്കെ ചോദിച്ചായിരുന്നു കമന്റ് ബോക്സ് നിറഞ്ഞത്. എന്നാൽ അതിന് വിശദീകരണവുമായി ഇത്തരത്തിൽ അഹാന രംഗത്ത് വന്നിരുന്നു. അഹാനയ്ക്കുള്ള മറുപടിയുമായി തൻവിയും ഇന്നലെ രംഗത്ത് വന്നിരുന്നു. അതിനെല്ലാം തുടർച്ചയെന്നോണമാണ് വസന്ത കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയത്. എൻ്റെ ഭർത്താവിനെ ആശുപത്രിയിൽ കൊണ്ടുപോയതൊക്കെ സിന്ധു കൃഷ്ണയായിരുന്നു. പക്ഷേ ഈ ഹോം നഴ്സിൻ്റെ മുന്നിൽ വെച്ച് ആള് സിന്ധുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വഞ്ചകിയായ ഒരു സ്ത്രീ ഈ ലോകത്തുണ്ടാകില്ല എന്ന്. അവർ ഇന്ന് ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ട് നടക്കുന്നില്ലേ? എങ്ങനെയാണ് ഇംഗ്ലീഷുകാരായത്? എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് ഊട്ടിയിലെ ഗുഡ് ഷെപ്പേർഡ് സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചതുകൊണ്ട് 18,000 രൂപ കിട്ടും. വീട്ടുജോലിക്കാരിക്ക് 24,000 രൂപ കൊടുക്കണം. പിന്നെയും എനിക്ക് ചെലവില്ലേ? മരുന്ന് വേണ്ടേ? അതിന് എൻ്റെ പൈസയില്ല. എൻ്റെ അനിയത്തിയുടെ മക്കളെ വിളിച്ച് ഞാൻ പൈസ ഇടാമോ എന്ന് ചോദിച്ചു. പിന്നെ സിന്ധുവിനോടും സിമിയോടും കൂടി 25,000 രൂപ ഇടാൻ പറയെന്ന് പറഞ്ഞു. മാസം അത്രയ്ക്ക് തരാൻ സിന്ധുവിനെ കൊണ്ടും സിമിയെ കൊണ്ടും കഴിയും. സിമിയുടെ ഭർത്താവിന് അങ്ങനെ ഒരു ജോലി വാങ്ങിക്കൊടുത്തത് എൻ്റെ ഭർത്താവാണ്. എന്തായാലും തനിക്കെതിരെ കുടുംബത്തിൽ നിന്നും മോശം പെരുമാറ്റം ഉണ്ടായപ്പോഴാണ് താനും തിരിച്ചു പ്രതികരിച്ചതെന്ന് വസന്ത വെളിപ്പെടുത്തുന്നു. സിന്ധു കൃഷ്ണ തന്നെക്കുറിച്ച് അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞതായും അവർ ആരോപിക്കുന്നുണ്ട്. ആ വൃത്തികെട്ട സ്ത്രീ മരിച്ചിരുന്നുവെങ്കിൽ ഡാഡിയെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നോക്കുമായിരുന്നു എന്ന് സിന്ധു പറഞ്ഞതായാണ് വസന്തയുടെ പ്രധാന ആക്ഷേപം. ഈ വാക്കുകൾ എന്നെ ഏറെ മാനസികമായി തളർത്തിയെന്നും അവർ വികാരാധീനയായി പറഞ്ഞിട്ടുണ്ട്.